ഹലോ കൂട്ടുകാരെ, അപ്പോൾ ഇന്നാണെങ്കിൽ ഞാനൊരു ഫാം വിസിറ്റ് ചെയ്യാൻ പോയായിരുന്നേ. പോയിട്ട് ഇപ്പം ഇങ്ങോട്ട് വന്നതേ ഉള്ളൂ. അപ്പോൾ പോയിട്ട് ഇപ്പം ഇങ്ങോട്ട് വന്ന് കയറിയതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഫാം വിസിറ്റ് ചെയ്യാൻ പോയപ്പോഴത്തേക്ക് എനിക്കാണെങ്കിൽ അവിടെ ചെന്നപ്പോണ്ടല്ലോ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്. അവിടെ ഫുള്ള് നാടൻ കോഴിയാണ് കേട്ടോ. അവിടെ ഇരിക്കുന്ന മുഴുവനും നാടൻ കോഴികളാണ്. അപ്പോൾ എനിക്കവിടെ ചെന്നപ്പോഴത്തേക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അവിടുത്തെ കോഴികളെ. അപ്പോൾ ഞാൻ എന്തെന്ന് വെച്ചാൽ അതിൽ നിന്ന് എനിക്കിഷ്ടപ്പെട്ടൊരു 4 കുട്ടികളെ ഞാനിങ്ങനെ എടുത്തു കേട്ടോ. അവന്മാരിതാ ഈ ബോക്സിനകത്തുണ്ട്. അപ്പോൾ നമുക്ക് അവന്മാരെ ആണെങ്കിൽ നമ്മുടെ കൂട്ടിനകത്തോട്ട് വിടാം. മേളത്തെ കൂട്ടിൽ 2 കുട്ടികളെ കിടപ്പുള്ളൂ. അപ്പോൾ തീർന്നു, കോഴികളെല്ലാം ഏകദേശം നമുക്ക് തീർന്നു. ഇനി അടുത്ത സെക്ഷൻ എടുക്കാനുള്ള സമയമായി. അത്യാവശ്യം എല്ലാം കഴിഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ ഇനി കിടക്കുന്ന പൂവന്മാർ നമുക്കാണെങ്കിൽ ഇറച്ചി കൊടുക്കാനുള്ള പൂവന്മാരും പിന്നെ കുറച്ച് പിടകൾ കിടക്കും. അപ്പോൾ എനിക്കിതിനെ കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല ക്യൂട്ടാണ് കേട്ടോ. 4 എണ്ണത്തിനും കാണാം. അവിടെ ഇരിക്കുന്ന പ്യുവർ നാടൻ കോഴികളാണ്. അപ്പോൾ നമുക്ക് അവരെയാണെങ്കിൽ നമ്മുടെ കൂടിനകത്ത് തുറന്നു വിടാം. ഇവരാണ് നമ്മളിപ്പോൾ മേടിച്ചുകൊണ്ടുവന്ന 4 നാടൻ കോഴികളെ കണ്ട. എനിക്കിതിനെ ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ, ഭയങ്കര ഇഷ്ടമായി. ഇനി മാടി അതായത് കാപ്പിരി പോലെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അതുപോലെ അതെ ചാര, ഇത് നമ്മുടെ ഇവിടെ ഉള്ള പൂവൻ കോഴി കേട്ടോ. അതാ പോകുന്നത്. ഇത് ഇപ്പോൾ വാങ്ങിച്ചുകൊണ്ട നാടൻ കോഴി, രാവിലെ ഈ ചാര. പിന്നെ ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല പുള്ളിക്കോഴി ഉണ്ടാ. അല്ല അയ്യോ ഇങ്ങോ വാ എന്താ അടിപൊളി പുള്ളിക്കോഴിയല്ലേ. ഇത് നമ്മുടെ ഇവിടെ ഉള്ള ഒരു പെടയാട്ടോ. ഇത് ഈ പൂവനെ ഈ പെടേനെ ഒരു ആൾ വന്ന് എടുത്തിട്ടേക്കുന്നത്. അപ്പോൾ നമ്മൾ സെപ്പറേറ്റ് മാറ്റിയിട്ട് അവർ രണ്ടുപേർ. അപ്പോൾ എന്തുണ്ട് നമ്മുടെ പ്യുവർ നാടൻ കോഴികൾ അതേ അങ്ങോട്ടൊന്നും തുറന്നു വിട്ടുകൊണ്ട് എന്ത് ഭംഗിയാണെന്ന് നോക്കി. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഈ പുള്ളിക്കോഴിയെ.